അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തകൃഷ്ണൻ, ഗവർണറായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് വരുന്നത്. പതാക ഉയർത്തൽ കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? ഇനി പരേഡ് സ്വീകരിക്കലാണോ? വിശദാംശങ്ങൾ പറയൂ. മോദി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ഗവർണർ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി പതാക ഉയർത്തി ഇപ്പോൾ പരേഡ് പരിശോധിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് ഗവർണർ ഇപ്പോൾ പരിശോധിക്കുകയാണ്. മേജർ ജെ അജേന്ദറാണ് പരേഡിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ, കേരള ആംഡ് വിമൻ പോലീസ് ബറ്റാലിയൻ അടക്കമുള്ള വിവിധ സായുധ സേന വിഭാഗങ്ങളും ഫയർഫോഴ്സ്, സൈനിക് സ്കൂൾ, NCC അടക്കമുള്ള സേനാംഗങ്ങളും ഒപ്പം തന്നെ മൗണ്ടഡ് പോലീസിന്റെ ഒരു വിഭാഗവും ഈ പരേഡിൽ അണിനിരക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. മോദി. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ഗവർണർ പതാക ഉയർത്തി തുടർന്ന് പരേഡ് സ്വീകരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങുകൾ.